അതായത് ഈ പെണ്ണിൻ്റെ വീടും ഒക്കെ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ പുന്നയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഹാ ഒളിച്ചോട്ടം നടന്നിട്ടുണ്ടാണ്. കേരളം മൊത്തം ചർച്ച ചെയ്ത, അല്ലെങ്കിൽ കേരളം മൊത്തം അറിയപ്പെട്ട ഒരു ഒളിച്ചോട്ടം. ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം നീണ്ട ഈ ഒരു ഇടക്കാലത്തിൽ നമ്മളെ കേരളത്തിൽ അറിയപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം ഭാര്യയുടെ സഹോദരി അടിച്ചുകൊണ്ട് പോയ ഒരുത്തൻ, പിന്നെ അതുപോലെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോയ ഒരുത്തി, ഈ രണ്ട് ടീമും ഒന്നിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു ഒളിച്ചോട്ടം കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ കേരളം മൊത്തം അറിയപ്പെട്ട ഒരു ഒളിച്ചോട്ടം. ഈ നീണ്ട ഒരു ഇടവേള കാലത്ത് ഇതുപോലെ ഒരു ഒളിച്ചോട്ടം നമ്മൾ മലയാളികൾ കണ്ടിട്ടില്ലടേ. അത്രയ്ക്ക് അമ്പരിപ്പിച്ച, അല്ലെങ്കിൽ അത്രയ്ക്ക് നമ്മളെ ചിന്തിപ്പിച്ച ഒരു ഒളിച്ചോട്ടം തന്നെയാണ്. ഈ അപരാധി ഒരു നാറിയാണെന്ന് വീണ്ടും കൂടുതൽ തെളിവുകൾ അടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇത് ആദ്യമായിട്ടുള്ള ഒരു പരിപാടിയല്ല. ഒരുപാട് പെണ്ണുങ്ങളെ ഇവൻ ഇതുപോലെ കൊണ്ടുപോയി യൂസ് ചെയ്തിട്ടുണ്ടെന്നും, ഒരുപാട് പെണ്ണുങ്ങളെ ഇവന്റെ ഈ ഒരു നാറിയ വലയിൽ വീഴ്ത്തിയിട്ടുണ്ടെന്നും, പൈസ അടക്കം തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് ഇവനെ പറ്റിയിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവനെ പോലത്തെ ഉള്ള പരനാഥികൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളിടത്തോളം കാലം ഈ നാട് നന്നാവത്തില്ലടേ. ഈ നാട് നന്നാവാൻ ഇവനെ പോലുള്ളവർ സമ്മതിക്കത്തില്ല. അതൊരു വാസ്തവമായ കാര്യം തന്നെയാണ്. പിന്നെ ഇവനെ കുറിച്ച് കൂടുതൽ ചെകഞ്ഞ് പോകുന്നതും നമ്മളെ ഞെട്ടിക്കുന്ന തെളിവുകൾ, അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് പോലെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇവനെ പറ്റി ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ പരനാഥികൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട് നന്നാവത്തില്ലേ. കേരളത്തിന് മൊത്തം അപമാനവും നാണക്കേടും തന്നെയാണ്. ഇവനെയൊക്കെ നാട്ടിൽ നിന്നും അടിച്ചോട്ടിച്ച് വിടണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഇവനൊക്കെ അമ്മയും പെങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇമാതിരി അപരാധം കാണിക്കൂ ആണ് എന്റെ ഒരു ചോദ്യം. തന്നെ ആ പെണ്ണിന്റെ കാര്യം, അവളും നല്ല ഒന്നാം തരം പോക്കത്തരം പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. ഇവനെ കുറിച്ചിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊച്ചിന് 4 വയസ്സുള്ളപ്പോഴാണ് ഈ കൊച്ചിന്റെ ചേച്ചി ഇവൻ കല്യാണം കഴിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 4 വയസ്സെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു കുട്ടിയാണ്. ആ കുഞ്ഞുനാൾ മുതലേ ഈ മുതുക്കൻ ആ കൊച്ചിനെ കാണുകയാണ്. അങ്ങനെ കുഞ്ഞുനാൾ മുതലേ കണ്ട ആ കൊച്ചിന്റെ അടുത്ത് ഇവന് പ്രേമം വലുതായപ്പോൾ, അപ്പൊ ഇവന്റെ പ്രേമം ഏത് കഴപ്പെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കുട്ടിക്കാലം മുതൽ സാധാരണ നമ്മളൊക്കെ ഒരു കുട്ടിയെ കാണുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് ഒരിക്കലും നമുക്കൊരു മോശം ചിന്ത ആ കുട്ടി എത്ര വളർന്ന ആ കുട്ടി തോന്നത്തില്ല. അല്ലെങ്കിൽ മറ്റൊരു ചിന്ത, ഒരു സെക്ഷൽ ചിന്ത പോലും നമുക്ക് തോന്നത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയും പെങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നാത്തത്. പക്ഷെ ഇവനെ പോലത്തെ ഉള്ള നാറികൾക്ക് സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയത്തില്ല. ഇവന്റെയൊക്കെ അമ്മയും പെങ്ങളും പോലും ഇവന്റെയൊക്കെ അടുത്ത് സേഫ് അല്ല. ഈ നാറിയൊക്കെ പേടിച്ചിട്ട് സ്വന്തം അമ്മയ്ക്കും പെങ്ങൾക്കും ഒരു രാത്രി കൂടി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല ഇവന്റെ അടുത്ത്. അമ്മാതിരി നാറികളാ. എന്തായാലും ഇവനെ കുറിച്ചിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതായത് ഈ പെണ്ണിൻ്റെ വീടും ഒക്കെ തൃശ്ശൂർ ഗുരുവായൂരിലാണ് ഇവരുടെ വീട്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഫാമിലി, പാവപ്പെട്ട ഫാമിലിയാണ്. ഇവരുടെ അച്ഛനും അമ്മയും പാവം നല്ലൊരു മനുഷ്യന്മാരാണ്. നാട്ടിൽ അറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യന്മാരാണ്. ഫാമിലി പോലെയാണ്. ഈ ഒരു ഫാമിലിയിലാണ് ഇവൻ ഈ ചെറ്റത്തരം കാണിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണിന് 4 വയസ്സുള്ളപ്പോഴാണ് ഈ പെണ്ണിൻ്റെ ചേച്ചിയായിട്ട് ഇവനെ കല്യാണം കഴിക്കണത്. എന്നിട്ടാണ് ഈ പ്രായം കഴിഞ്ഞിട്ട് ഇവൻ ഈ പരിപാടി കാണിച്ചത്. ഇവൻ കൊണ്ട് നടന്ന് റോട്ടിലേക്ക് വെച്ച് തല്ലുമായിരുന്നു എന്ന് പറഞ്ഞത്. റോട്ടിലേക്ക് തല്ലുകയായിരുന്നു പോയിട്ട് ഇവന് ലാസ്റ്റ് വേണ്ടെന്നായപ്പോഴാണ് ഇവൻ ഇങ്ങനെ ഇട്ടെറിഞ്ഞു പോയത്. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇവൻ ഇട്ടെറിഞ്ഞു പോയി. പിന്നെ ആദ്യം വീട്ടുകാർ കയറ്റില്ലെന്ന് പറഞ്ഞു. ഈ പെണ്ണെന്താ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ വീട്ടുകാർ വീട്ടിൽ വന്നിരുന്നോളാൻ പറഞ്ഞു. കാരണം സ്വന്തം അച്ഛനപ്പം അമ്മയ്ക്കാണെങ്കിലും വേദനിക്കൂലേ, എന്ത് പിള്ളേർ തെറ്റ് ചെയ്താലും. ആ ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലൊന്നും ഫാമിലിക്കാർ നിൽക്കണം, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫാമിലിയാണ്. ആ ഫാമിലിയാണ് ഇവൻ ഈ ചട്ടത്തരം കാണിച്ചേക്കുന്നത്. ഇവന് കുറെ പെണ്ണ് കേസുണ്ട്. നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ നാറി ഒരു കുടുംബം കുളം തോണ്ടി. അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് എന്തിന്റെ കേടായിരുന്നെന്നാണ് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്. രണ്ടുപേരെയും ഞാൻ ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. രണ്ടും കാണിച്ചിട്ടുള്ള ഡാഡിയില്ലാത്ത പരിപാടി തന്നെയാണ്. സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ പ്രണയിച്ച് അവൾക്കും കൊടുക്കണം ഒരു കുതിരപ്പവൻ, അതുപോലെ സ്വന്തം ഭാര്യയുടെ സഹോദരി പ്രണയിച്ച് അവനും കൊടുക്കണം ഒരു കുതിരപ്പവൻ. രണ്ടിനും നല്ല ആടിയുടെ കുറവാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അമ്മാതിരി അപരാധമാണ് രണ്ടും കൂടി കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. പക്ഷെ എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് അമ്പരപ്പിച്ചു കളഞ്ഞ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടി ഇവൻ 4 വയസ്സ് മുതലുള്ളപ്പോഴേ കാണുന്നതാണ്. ആ 4 വയസ്സ് മുതലേ കാണുന്ന ആ കുട്ടിയുടെ അടുത്ത് ഇവൻ എങ്ങനെയാണ് ഈ ഒരു സെക്ഷൽ ഫീലിങ്സ് തോന്നിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളൊക്കെ കുഞ്ഞുനാൾ മുതൽ ഒരു കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ആ കൊച്ചിന് നമ്മുടെ മനസ്സിൽ എന്നും ഒരു മോളെ പോലെയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്താഗതി ഉണ്ടാവുന്നത്. ആ കുട്ടി എത്ര വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അന്ന് കണ്ട ആ കുഞ്ഞു മോളെ തന്നെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മളൊക്കെ ഓരോ കുട്ടികളെയും കാണുന്നത്. പക്ഷെ ഇവനെ പോലുള്ള നാറുകൾ 4 വയസ്സിൽ ഒരു കുട്ടിയായിട്ട് കാണുകയും എന്നാൽ അതിനുശേഷം ആ കുട്ടി വളർന്നപ്പോൾ അവന് മറ്റേ ഫീലിങ്സ് തോന്നിയെങ്കിൽ ഇവനെയൊന്നും വീട്ടിന്റെ പടിവാതിൽക്കൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല. ഒരു വീടിന്റെയും
ആ പരിസരത്ത് ഇവനെയൊന്നും കയറ്റാൻ പാടില്ല. അമ്മാതിരി നാറി അപരാധങ്ങളാണ് ഇവനെ പോലത്തെ കൽപ്പണക്കട്ടന്മാർ കാണിക്കുന്നത്. ഇവനെ പോലത്തെ നാറുകൾ ഇനിയും ഈ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ തുടച്ചു നീക്കപ്പെടുക തന്നെ ചെയ്യണം. ഇവനെയൊന്നും ഒരു വീട്ടിലും വിശ്വസിച്ച് കയറ്റാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ നാറിക്ക് ഇത് ആദ്യത്തെ പരിപാടിയൊന്നുമല്ല. ഒരുപാട് സ്ത്രീകളെ ഇവൻ ഇതുപോലെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ യൂസ് ചെയ്ത് സ്വന്തം ഭാര്യയുടെ സഹോദരി വരെ യൂസ് ചെയ്തു. ഇപ്പൊ റീസെന്റ് അറിയാൻ സാധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ കുട്ടിയെ ഉപേക്ഷിച്ച് ഇവൾ വീട്ടിൽ പോയപ്പോൾ ആദ്യം വീട്ടുകാരെ കയറ്റില്ല, പിന്നെ മോളല്ലേ എന്നുള്ളൊരു സാധനം വെച്ചിട്ട് വീട്ടുകാരെ കയറ്റി. ഈ ഒളിച്ചോടി പെണ്ണ് ഒന്ന് ചിന്തിക്കണം. ഇനി ജീവിക്കുമ്പോൾ സ്വന്തം സഹോദരിയുടെ മുഖത്ത് നിനക്ക് എങ്ങനെ നോക്കാൻ പറ്റും എന്നുള്ള ചിന്ത നിനക്ക് വേണം. ഇത്രയും വലിയ ആവാസം കാണിച്ചിട്ട് വീണ്ടും ആ വീട്ടിൽ കയറി പോയിരിക്കുന്നു അല്ലെ? വേറെ വഴിയില്ലല്ലോ. അവനെ ഉപേക്ഷിച്ചു, ഏട്ടായി ഉപേക്ഷിച്ചു. അയ്യോ, ഖലിഫൻ ഖാൻദാരി മൂടായിരുന്നല്ലോ പിടിച്ചോണ്ടിരുന്നത്. അതിൽ ഖലിഫൻ ഏട്ടായി ഉപേക്ഷിച്ചു. ഇനി വേറെ വഴിയില്ല, പെരുവഴിയില്ല. അതുകൊണ്ട് ഇനി വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ വീട് തന്നെ ആശ്രയം. അവസാനം അവരെ ഓട്ടിച്ചെങ്കിലും സ്വന്തം മകളല്ലേ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കയറ്റിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലേക്ക് ഇങ്ങനത്തെ ആവാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഇവളേക്ക് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ഇങ്ങനെ കയറിപ്പോയിട്ട് കഴിപ്പണം കെട്ട് പരിപാടി കാണിച്ച് ഇവനെയൊക്കെ എന്ത് ചെയ്യണം? ശുദ്ധ അപരാധങ്ങളല്ലേ ഓരോന്നും കാണിച്ചു കൂട്ടിയിട്ടുള്ള. ഇനി ബാക്കി കേട്ടോക്കാം. ഇവന് അല്ലാതെ തന്നെ ഇവനെ ഇതിനു വേണ്ടി നടക്കുന്നവൻ്റെ ഫേസ് കണ്ടറിയില്ലേ? ഇവനെ പോലെ ശരിക്കും പറഞ്ഞാൽ ഇവനെ കണ്ടു കഴിഞ്ഞാൽ തല്ലി കൊല്ലണം. ആ ഫാമിലി തന്നെ നശിപ്പിച്ച് ഈ മൈനനെ കാരണമുണ്ട്. ഇവൻ്റെയൊക്കെ കഴപ്പേ ഇവനൊക്കെ അണ്ടി കട്ട് ചെയ്ത് കളയാനുള്ള സമയം കഴിഞ്ഞു മൈനൻ്റെ. പെണ്ണുങ്ങളെ ഇതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെ സ്ത്രീകൾക്ക് ഇവൻ ഇതുപോലെ മോശം അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവനൊക്കെ ഇത്ര നാൾ എങ്ങനെ ആ നാട്ടിൽ പിഴച്ചു നിന്നോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലത്തെ കഴിപ്പണം കെട്ടവന്മാരെ നേരത്തെ നാട്ടുകാർ തല്ലി കൂട്ടിയെടുത്ത് എറിയേണ്ടത് ആയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും അപരാധികളായ ഓരോരുത്തന്മാർ എങ്ങനെയാണ് ഈ സൊസൈറ്റിയിൽ നിൽക്കുന്നത്? അല്ലെങ്കിൽ തന്നെ സ്വന്തം ഭാര്യയുടെ സഹോദരി, അതും 4 വയസ്സ് മുതൽ ആ കുട്ടിയെ കാണുന്നത്. അവൻ എങ്ങനെയാണ് ഈ ഒരു ഫീലിങ്സ് തോന്നി? ഈ പെമ്പിള്ളാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏട്ടായിത്തനവും കാന്താരിത്തനവും കാണിച്ചു തോന്നി ഒരുത്തനും നിന്റെ അടുത്തൊക്കെ ഒരു ട്രൂ ലവും ഇല്ല. ഒറ്റ സാധനത്തിന്റെ ഉദ്ദേശത്തോടെ തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ തന്നെ ആ കുട്ടിക്ക് ചിന്തിക്കേണ്ട ഒരു ശേഷി വേണമായിരുന്നു. വേറെ ഒന്നുമല്ല, സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണ്. ആ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കത്തില്ല. അതുപോലെ 4 വയസ്സ് മുതൽ ഈ കുട്ടി ഇവൻ പരിചയമുണ്ട്, കണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. അന്ന് മുതലേക്ക് ഇവൻ ഈ കുട്ടിയെ ഓരോ രീതിയിലും ഓരോ നോട്ടം കൊണ്ടും ഓരോ പ്രവൃത്തി കൊണ്ടും ഈ കുട്ടി ഇവൻ വളയ്ക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ നമുക്ക് ഈ സാധാരണ ഒരു ലോജിക് വെച്ച് ചിന്തിച്ചാൽ മാത്രം മതി, നമുക്ക് പിടികിട്ടും. അന്ന് മുതലേ ഇവൻ നൈസായിട്ട് റൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. റൂട്ട് ചെയ്ത് അവസാനം അവന്റെ വലയിൽ വീഴ്ത്തി കൊണ്ടോടി. ഇതിനെയൊക്കെ പോലെയുള്ള ഓരോ കഴിപ്പണം കെട്ടുകൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് തന്നെ ഇത് മൊത്തത്തിൽ നമ്മളെല്ലാവരെയും ബാധിക്കും. കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ മലയാളികളെ മൊത്തത്തിൽ ബാധിക്കുന്ന അമ്മാതിരി കഴിപ്പണം കെട്ട പരിപാടികളാണ് നിന്നെ പോലെയുള്ള ഓരോ സാധനങ്ങളും ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നിനക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് പോലും എനിക്ക് പിടികിട്ടുന്നില്ല. ഇത്തരം കഴിപ്പുകൾ കാണിച്ച് കൂട്ടിയിട്ട് എന്ത് സുഖമാണ് കിട്ടുന്നത്? നിന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരുത്തന്റെ ഉടനെയാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതും ഓട്ടോയിൽ പോയിരുന്നു. എത്രത്തോളം വിവരമില്ലായ്മയാണ് കാണിക്കുന്നത്. അവന്റെ കൂടെ ഉമ്മോച്ച് കളിക്കുന്നു. ഈ ഒരു സാധനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരായിപ്പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെയാണാ കാണുന്നത്? എന്തൊക്കെയാണാ കാണിച്ചു കൂട്ടുന്നത്? ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ഇതുപോലെ ഓരോ നാറികൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് നാളെ നമ്മുടെ ഭാവി തലമുറ ഉറപ്പായിട്ട് ബാധിക്കും. ഇതൊക്കെ കണ്ടിട്ടാണ് ഓരോ പിള്ളേരും ഇനി അങ്ങോട്ട് വളരുന്നതും ജീവിക്കുന്നതും ഇതുപോലത്തെ ന്യൂസുകളൊക്കെ കണ്ടിട്ടൊക്കെയാണ്. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം, നിന്നെ പോലെയുള്ള കഴിപ്പണം കെട്ട നാറുകൾ കാരണം നമ്മൾ അടുത്ത് വരുന്ന തലമുറയും കൂടി നശിപ്പിക്കരുത് ദയവ് ചെയ്ത്. പിന്നെ ഇതുപോലത്തെ നാറുകളെ എന്തിനാണ് എക്സ്പോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഇവനൊക്കെ ഇവിടെ കിടന്ന് നാറി അവഞ്ഞ് നീറണം. ഇവനായാലും ഇവളായാലും അങ്ങനെ നാറി വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അടുത്തുള്ളതൊക്കെ കുറച്ചെങ്കിലും ഒക്കെ പേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ പരിപാടികളൊക്കെ കാണിക്കാനേ പറയാൻ പറ്റത്തില്ല. സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിഞ്ഞുകൂടാതെ ഓരോ കഴിപ്പണം കെട്ടതൊക്കെ ഓരോന്ന് കാണിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. എന്തായാലും ഇവനെയൊക്കെ പോലത്തെ നാറികൾ ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ, ഇവളുകളെ പോലത്തതും ഉണ്ടാവാതിരിക്കട്ടെ. രണ്ടും കൂടി ഓരോ കഴപ്പുകൾ കാണിച്ചു കൂട്ടി നാണക്കേട് മൊത്തം നമ്മുടെ കേരളത്തിലാണ്. പണ്ട് ഇതുപോലത്തെ അപരാധങ്ങളും അല്ലെങ്കിൽ ഇതുപോലത്തെ മോശം ന്യൂസുകളും ഇതുപോലത്തെ കൊലപാതകങ്ങളും മറ്റത് മറിച്ചതൊക്കെ കേട്ടുകൊണ്ടിരുന്ന വേറെ സംസ്ഥാനങ്ങളിലായിരുന്നു. ഇപ്പൊ ഇതെല്ലാം ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും കേരളത്തിലാണ്. 2025 തുടങ്ങിയതിനു ശേഷം കേരളത്തിൽ കേൾക്കുന്ന ന്യൂസുകൾക്കൊന്നും ഒരു കുറവുമില്ല. നല്ല അടിപൊളി സൂപ്പർ ന്യൂസുകളാണ് ഡെയിലി ഓരോ ദിവസം കേൾക്കുന്നത്. ഇത്രയും ന്യൂസുകളും ഇത്രയും വിഷയങ്ങളും ഇത്രയും വെറൈറ്റി വിഷയങ്ങളും എങ്ങനെയാണ് കേരളത്തിൽ 2025 മുതൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കറിയാൻ പാടില്ലടെ. 24 തീർന്ന് 25 മുതൽ പുതിയൊരു വർഷമാവട്ടെ, ശുഭമായിരിക്കട്ടെ, എല്ലാം നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ ഏറ്റവും കൂടുതൽ അപരാധം നടക്കുന്നത് 2025 തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലെ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.